വഖഫ് ബോർഡിനെ മാഫിയ ബോർഡെന്ന് വിളിച്ച് ആഞ്ഞടിച്ചും വികാരപരമായി തന്നെ പ്രസംഗിച്ചും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് വഖഫ് ഭൂമി എന്ന മുസ്ലിങ്ങളുടെ നിലപാടിനെ അദ്ദേഹം പ്രതിരോധിച്ചത് ആഞ്ഞടിച്ചായിരുന്നു. യോഗിയുടെ പ്രസംഗത്തിന്റെ മുഖ്യ ഭാഗം ഇങ്ങനെ: വഖഫ് എന്നത് മാഫിയ ബോർഡാണ്. അവർ കയ്യേറിയ ഓരോ ഇഞ്ച് ഭൂമിയും ഒഴിപ്പിച്ചിരിക്കും. അവരെ പാഠം പഠിപ്പിക്കും. സംഭാൽ ക്ഷേത്രം പുനഃസ്ഥാപിക്കും. സംഭാലിലെ മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ ഒരു ശസ്ത്രക്രിയ നടത്തുമ്പോഴുള്ള മുറിവായി കണ്ടാൽ മതി. ഈ ശസ്ത്രക്രിയ താൻ ഇപ്പോൾ നടത്തിയില്ലെങ്കിൽ നാളെ ഇത് ക്യാൻസറായി മാറും. 5000 വർഷം പഴക്കമുള്ള ഹിന്ദുവിന്റെയും ഭാരതീയന്റെയും ചരിത്രവും സത്യവും തെളിവും ഞാൻ പറയുമ്പോൾ അവർ 500 കൊല്ലത്തെ ചരിത്രവുമായി മറുപടി തരുന്നു. 500 കൊല്ലത്തിനപ്പുറം 5000 കൊല്ലത്തിനും അപ്പുറമുള്ള ഭാരതമാണ് ഇന്ത്യക്കാരുടെ രാജ്യം. യോഗിയുടെ ആഞ്ഞടിച്ച പ്രസംഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, സംഭാലിൽ മുസ്ലിം അധിനിവേശക്കാർ തകർത്ത ക്ഷേത്രം, അത് പുനഃസ്ഥാപിക്കാനുള്ള സർവേയും നീക്കവും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ മുറിവുകൾ എന്ന് വിശേഷിപ്പിച്ച് യോഗി ആദിത്യനാഥ്. UP മുഖ്യമന്ത്രിയുടെ ഈ തുറന്നടിച്ചുള്ള അഭിപ്രായത്തിൽ ഒരു മസ്ജിദ് മാറ്റി അവിടെ മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പുനഃസ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവ് ചരിത്രപരമായ അനിവാര്യതയായി ചൂണ്ടിക്കാട്ടുകയാണ്. മസ്ജിദ് പണിതത് ക്ഷേത്രം തകർത്താണ് എങ്കിൽ ക്ഷേത്രം പുനഃസ്ഥാപിക്കണം. അപ്പോൾ മുസ്ലിം വിഭാഗക്കാർക്ക് വേദനയും മുറിവും ഉണ്ടാകും. അത് യോഗി ആദിത്യനാഥ് സമ്മതിക്കുമ്പോൾ തന്നെ ആ മുറിവിനെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ മുറിവ് എന്ന് തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: വച്ചകാൽ പിന്നോട്ട് ഒരടി പോയിട്ട് 1 മില്ലിമീറ്റർ പോലും ഇല്ല എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. സംഭാലിൽ മസ്ജിദ് ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണ് നിർമ്മിച്ചത് എന്ന അവകാശവാദം പരിശോധിക്കാൻ ഷാഹി ജുമാ മസ്ജിദിൽ അടുത്തിടെ കോടതി ഉത്തരവിട്ട സർവേയെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായി ന്യായീകരിച്ചു. മസ്ജിദ് നിർമ്മാണത്തിനായി ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളും സ്ഥലങ്ങളും കയ്യേറുകയും കൈയടക്കുകയും ആക്രമിച്ചെടുക്കുകയും ചെയ്തു. ചരിത്രത്തിലുണ്ടായത് ആ കുറ്റങ്ങൾ തിരുത്തുകയാണ്. പരിഷ്കൃത സമൂഹം ചെയ്യുക, തെറ്റുകളും കുറ്റങ്ങളും നിലനിർത്തുകയല്ല വേണ്ടത്. ഇപ്പോൾ ഈ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഭാവിയിൽ ഈ വ്രണം അല്ലെങ്കിൽ അവഗണന അത് ക്യാൻസറായി മാറുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകി. 16-ാം നൂറ്റാണ്ടിലെ പള്ളിയുടെ സർവേ നവംബറിൽ സംഭാലിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചിരുന്നു. 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. 20 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഞാൻ ഒരു മതത്തിനും എതിരല്ല. വളരെ കാലമായി പ്രാർത്ഥനകൾ നടക്കുന്ന സ്ഥലത്തെ ബഹുമാനിക്കുന്നു. എന്നാൽ ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനാ കേന്ദ്രം തകർത്തിട്ടുണ്ട് എങ്കിൽ അത് അംഗീകരിക്കില്ല. അത് പുനഃസ്ഥാപിക്കണം. അതാണ് മര്യാദ. നീതി നടപ്പാക്കണം. സംഭാൽ എങ്ങനെയാണ് ഇസ്ലാമികമാക്കിയതെന്ന് കാണുക എന്നും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായി ചോദിച്ചു. സംഭാൽ മസ്ജിദിൽ ഹിന്ദുമതത്തിന്റെ എല്ലാ അടയാളങ്ങളും ഉണ്ട്. 2017 മുൻപ് അവിടെ തുടർച്ചയായ കലാപങ്ങൾ നടന്നു. യോഗി പറഞ്ഞു, സനാതന ധർമ്മത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളെ പരാമർശിച്ച് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിശ്വാസമായി യോഗി അവകാശപ്പെട്ടു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഹിന്ദു സാഹിത്യത്തിൽ വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ ഭാവി രൂപത്തെക്കുറിച്ച് പരാമർശിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ഭരണത്തിന് കീഴിൽ സംഭാലിലെ ഒരു കൽക്കി ക്ഷേത്രത്തിന് മുകളിലായിരുന്നു പള്ളി സ്ഥാപിച്ചത് എന്നും യോഗി പറഞ്ഞു. അവർക്ക് പള്ളി സ്ഥാപിക്കാൻ വിശാലമായ ഇന്ത്യയിൽ എത്രമാത്രം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിഥികളായി കണ്ട് നമ്മുടെ രാജ്യത്തേക്ക് കയറ്റിയവർക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ആരാധനാലയങ്ങൾ പണിയാൻ ഹിന്ദുക്കൾ അനുവാദം നൽകിയിരുന്നു. എന്നാൽ അവർ ചെയ്തത് ക്ഷേത്രങ്ങൾ തകർത്ത് അതിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ തന്നെ പണിയുകയായിരുന്നു. ഇങ്ങനെയാണോ ക്ഷണിച്ചു വരുത്തി ഇടം നൽകിയ ഇന്ത്യക്കാരോട് ചെയ്യേണ്ടത് എന്നും യോഗി ചോദിച്ചു. 5000 വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് 500 വർഷത്തിലധികം ചരിത്രമില്ല. 5000 വർഷത്തിനപ്പുറമുള്ള ചരിത്രവും സത്യവും പറയുമ്പോൾ അവർ 500 കൊല്ലത്തിനിപ്പുറത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് പ്രതിരോധിക്കുന്നത് എന്നും യോഗി വ്യക്തമാക്കി. വഖഫ് ബോർഡിനെ ബോർഡ് ഓഫ് മാഫിയ എന്ന മുദ്രകുത്തി ജനക്ഷേമ പദ്ധതികൾക്കായി അനധികൃതമായി കയ്യേറിയ ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചു പിടിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രതിജ്ഞ എടുത്തു. വഖഫ് കയ്യേറിയ 1 ഇഞ്ച് ഭൂമി പോലും വഖഫ് ബോർഡിന് നൽകില്ല. നഷ്ടമടക്കം ഈടാക്കി അവർക്ക് നല്ല മാതൃകാപരവും നിയമപരവുമായ ശിക്ഷ നൽകും. ആരുടെയും ഒന്നും ആരും കയ്യേറാൻ പാടില്ല. നാടിന്റെയും രാജ്യത്തിന്റെയും സ്വത്ത് കയ്യേറിയ വഖഫിനെ പാഠം പഠിപ്പിക്കും. പ്രയാഗ്രാജിലെ മഹാകുംഭ് പ്രദേശത്തിന്റെ ഒരു ഭാഗം വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ജാതി പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഹിന്ദു ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ് മഹാകുംഭമെന്ന് യോഗി പ്രശംസിച്ചു. ഇന്ത്യയുടെ ആത്മീയ പൈതൃകം ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ എതിരാളികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാമക്ഷേത്രം സന്ദർശിക്കാത്തതിനെ വിമർശിച്ചു. അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതര എന്നിവ ചേർത്ത് ഭരണഘടനയിൽ മാറ്റം വരുത്തിയെന്ന് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.